നിങ്ങൾ തന്നെയാണോ ആംബുലൻസ് വിളിച്ചത്? അതെ സർ. ഇത് തന്നെയാണല്ലോ ആള്? അതെ സർ. പക്ഷെ ഈ മുടി അല്പം... ദാ, എല്ലാം പാക്ക് ചെയ്തെടുത്തോളൂ. വരൂ. ഹാ, നീയോ? വാ. അല്ല, ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് നീ ഇതെവിടെ നിന്ന് വരുന്നു? എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴി ഒരു ആക്സിഡന്റ് പറ്റി. കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. ഹോസ്പിറ്റലിൽ പോയി ഡ്രസ് ചെയ്യിച്ചു. 2 ദിവസം അവിടെ കിടക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഈ ഹോസ്പിറ്റലിലേക്ക് എത്താ എനിക്ക് അലർജിയാ. സത്യം പറഞ്ഞ അപ്പോഴാ നിന്റെ കാര്യം ഓർത്തത്. അതേതായാലും നന്നായി. അല്ല, നിന്റെ വണ്ടി എവിടെ? വർക്ക്ഷോപ്പില്ല. 2 ദിവസം കഴിഞ്ഞേ കിട്ടും. അത് കിട്ടിയിട്ട് വേണം എസ്റ്റേറ്റിലേക്ക് പോകാൻ. ശ്രീധര, നാളെ രാവിലെ ഞാൻ ഏതെങ്കിലും ഹോട്ടലിലേക്ക് മാറിക്കൊള്ളാം. അത് നമുക്ക് ആലോചിക്കാം. വാ, കിടക്കാം. അല്ല, നിന്റെ വൈഫൊക്കെ ഒരിക്കൽ ഓ വാ. എവിടെ നിന്ന്? ആ ലൈറ്റ് ഇട്ട് ആ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്തേ. പിന്നെ അവിടെ ഇതിന്റെയൊക്കെ ആവശ്യം വല്ലതും ഉണ്ടായിരുന്നു. ആ സർക്കാർ ബംഗ്ലാവിൽ എങ്ങാനും വന്ന് താമസിച്ചിരുന്നെങ്കിൽ. വെറുതെ നമ്മളെ മെനക്കെടുത്ത് പലരെയും കണ്ടിട്ടുണ്ട്. എന്നാലും ഇങ്ങനെ ഒരു വാശിയുണ്ടോ? എന്റെ ഒപ്പീനിയൻ, അയാൾ സ്ഥലം വിട്ട് കാണും. ഇനി അയാൾ ഇവിടെ നിൽക്കില്ല. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല സർ. അയാൾ പോവില്ല. പോകില്ലേ? ഇന്നലെ ഈ പട്ടണം മുഴുവൻ അരിപ്പ വെച്ച് അരിച്ചു നോക്കിയത്. നമ്മുടെ പോലീസുകാരല്ലേ സാർ അരിച്ചത്? എടോ, എങ്ങനെയുണ്ടോ മന്ത്രിക്ക്? നാളെ ഡിസ്ചാർജ് ചെയ്യുമെന്നാ തോന്നുന്നത്. സാർ, ഇന്നലത്തെ സംഭവം CM അറിഞ്ഞോ? അറിഞ്ഞു. പുള്ളിക്ക് അത്ര വിശ്വാസമായിട്ടില്ല. ആ, ഇനിയും വിശ്വാസമായില്ലെങ്കിൽ കാലം വരുമ്പോഴേ മനസ്സിലാക്കും. പിന്നെ ആ കൈമളിന്റെയും ഗ്രൂപ്പിന്റെയും കാര്യം പറഞ്ഞു. പക്ഷെ ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം അവരോട് മിണ്ടിപ്പോരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു ബൈ ഇലക്ഷൻ ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ആലോചിക്കാമെന്ന്. അതും ഇതുമായിട്ട് എന്താ ബന്ധം സാർ? എനിക്കറിയില്ല. ഞാൻ രാഷ്ട്രീയക്കാരനല്ല. സാർ, ഈ ബൈ ഇലക്ഷൻ വരെ അങ്ങനെ ജീവിച്ചിരിക്കുവോ? അത് പറയാൻ ഞാൻ ജ്യോത്സ്യനുമല്ല. സാർ, നമുക്ക് അയാളുടെ ഫോട്ടോഗ്രാഫി TV-യിൽ കൊടുത്താലോ? അല്ല, ഒരുപാട് വിവരങ്ങളൊന്നും വേണ്ട. ആളെ കുറിച്ചൊരു വാണിംഗ്, അത്രയും മതി. ജനങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? അത് വേണം. ആ, നോക്കാം. ഇമ്പോർട്ടന്റ് മെസ്സേജ് വല്ലതും ഉണ്ടെങ്കിലേ എന്നെ വീട്ടിലേക്ക് വിളിച്ചാൽ മതി. സാർ ഓട്ടോ. സാർ, മിനിസ്റ്റർക്ക് വല്ലതും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കില്ലോട്, നമ്മളൊക്കെ ഇല്ലേ ഇവിടെ. എന്തായി, പണിയെല്ലാം കഴിഞ്ഞോ? കഴിഞ്ഞു സർ. എല്ലാ ഗ്ലാസും മാറ്റി ബുള്ളറ്റ് പ്രൂഫ് തന്നെ ഇട്ടു. ഗോപിക്കുട്ടാ, എന്താ സാർ? ഇവിടെ ആരാ പാചകം ചെയ്യുന്നേ? വത്സല തന്നെ. വേറെ കുക്കൊന്നുമില്ലേ? ഇല്ല. സാധനങ്ങൾ വാങ്ങിക്കുന്നവർ? ചിലപ്പോ വണ്ടിക്കാർ വരും, ഇല്ലെങ്കിൽ ഞാൻ തന്നെ പോയി മേടിക്കും. എന്നാ ഇനി എന്തെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡ്യൂട്ടിക്കാരുണ്ട്, അവരോട് പറഞ്ഞാൽ മതി. ശരി സാർ. சார், எனக்கு தமிழ்நாடு ஹோம் மினிஸ்டர் கிட்ட பேசணும். ஒரு ட்ரங்க் போடுங்க. എന്ത് പേശണം? அது உனக்கு தெரிய வேண்டிய அவசியம் இல்லையா? அவர்கிட்ட நான் தானே பேசுறேன். താനിപ്പോ ആർക്കിട്ടും പേശണ്ട. அப்படி சொன்னா முடியாது. எனக்கு பேசித்தான் ஆகணும். സാർ, ഇയാളെ കൂട്ടിയിട്. நான் யாரு தெரியுமா? யாரு தெரியும்? நான் உன்னை பாத்துக்கிறேன். மெட்ராஸுக்கு வா, நான் சரியா கவனிச்சிடுறேன்.
ഞാൻ ഇയാളെ അറിയും, എവിടെയോ കണ്ടിട്ടുണ്ട്. ഇവിടെ തന്നെയാ. ഇവിടെ എന്ന് വെച്ചാ എവിടെ? താമസിക്കുന്ന എവിടാന്നറിയോ? അറിയില്ല. ജോലി എവിടാന്നറിയോ? അതും അറിയില്ല. പക്ഷേ ഇയാളുടെ മുഖം എനിക്ക് നല്ല പരിചയമുണ്ട്. പേരും വീടും ജോലിയും ഒന്നും അറിയാതെ ഒരാളെ എങ്ങനെയാടാ കണ്ടുപിടിക്കുന്നത്? ഞാനൊന്ന് ശ്രമിക്കട്ടെ. എങ്ങനെ? ഞാൻ വേണേ അന്വേഷിക്കാൻ പോലീസുകാരെ വിട്ടുതരാം. അത് വേണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. വർക്ക്ഷോപ്പിൽ വെച്ചാണെന്ന് തോന്നുന്നു. ആ വേണം, കാട്ടിലൊക്കെ തപ്പണം. ഫോറസ്റ്റ് ഐ അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്താൽ മതി. ആ ഓക്കെ. ആളെ കിട്ടിയോ? ഉവ്വ്, വീടെവിടെയാ? അതൊക്കെ പറയാം. വാ, വേഗം വാ. ഒരു പ്രത്യേക അറിയിപ്പ്. ഈ ചിത്രത്തിൽ കാണുന്ന ആൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അന്താരാഷ്ട്ര കുറ്റവാളിയാണ്. ഇയാളെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ എത്രയും വേഗം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ പോലീസ് കൺട്രോൾ റൂമിലോ അറിയിക്കാൻ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ലോ ആൻഡ് ഓർഡർ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു.